മോളെ, ഒന്ന് എഴുന്നേൽക്ക് മോളെ, ഒന്ന് എണീക്ക് മോളെ. എന്നെ വിധി തോൽപ്പിച്ചു കളഞ്ഞല്ലോ അച്ഛ. ആരും ആരെയും തോൽപ്പിച്ചിട്ടില്ല മോളെ. അങ്ങനൊരു ചിന്തയൊന്നും വേണ്ട. സഞ്ജുവിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടുമായിരുന്നു. പെറ്റീഷൻ കോർട്ടിൽ പോലും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അന്നേരം ഒരു വാശിക്ക് മോക്ക് അങ്ങനെ തോന്നിയെന്ന് മാത്രം കരുതിയാൽ മതി. അത് നമുക്ക് മറക്കാം മോളെ, മറന്നേ പറ്റൂ. ഇപ്പൊ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിൽ ജന്മം കൊണ്ട് കഴിഞ്ഞു. ഒരു കുഞ്ഞ് ഉദരത്തിൽ ജന്മം കൊള്ളുമ്പോൾ തന്നെ ഒരു പെണ്ണ് അമ്മയായി കഴിഞ്ഞു. ഇപ്പൊ നീ മാത്രമല്ല, നിന്റെ കൂടെ ഒരു കുഞ്ഞുമുണ്ട്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ മോൾക്കിനി കഴിയില്ല. കുഞ്ഞിന്റെ ഭാവി കൂടി നോക്കേണ്ടതുണ്ട്. എന്റെ കുഞ്ഞിന് അച്ഛൻ വേണ്ടെന്ന് ഞാൻ കരുതും. ഒരു ചതിയന് അച്ഛനായി എന്റെ കുഞ്ഞിന് വേണ്ട. നിനക്ക് ഭർത്താവിനെ വേണ്ടായിരിക്കാം, കുഞ്ഞിന് അച്ഛനെ വേണമെങ്കിലോ? അച്ഛൻ ആരാണെന്ന് അറിയാതെ വളർത്താൻ എനിക്കറിയാം. വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കെ. നീ എന്റെ മുഖത്ത് നോക്കി നിന്റെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് പോലെ നിനക്കും ഒരു ദിവസം വരും. അന്ന് നിന്നോളം വളർന്ന നിന്റെ കുഞ്ഞ് നിന്നോട് സംസാരിക്കും. മക്കൾക്ക് അച്ഛന്റെയും അമ്മയുടെയും പ്രശ്നങ്ങളൊന്നും അറിയേണ്ടതില്ല. പലരും തോറ്റു പോകുന്നത് അവിടെയാണ്. നിന്റെ കുഞ്ഞിനോട് സഞ്ജുവിനെതിരെ നീ പറയാൻ പോകുന്നത് എന്താണ്? ഒരു പാവം പെണ്ണിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായി അവൻ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നല്ലേ? എന്നിട്ട് അവർ ഒന്നിച്ച് ജീവിച്ചോ? അവനും അവളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? എന്തുകൊണ്ട് അമ്മ അച്ഛനോടും ആ പെണ്ണിനോടും ക്ഷമിച്ചില്ലെന്ന് നിന്റെ കുട്ടി തിരിച്ചു ചോദിക്കില്ലെന്നാണോ നീ കരുതുന്നത്? നീ പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവൾ പറയും അവളുടെ അച്ഛൻ ഒരു ഹീറോയാണെന്ന്. നീ ഒരു ബിഗ് സീറോയും. അന്നും സഞ്ജുവിന്റെ ലൈഫിൽ ഒരു പെണ്ണും ഉണ്ടാവില്ല. നീ അത് വിശ്വസിച്ചില്ലെങ്കിലും അവനെ നന്നായിട്ട് അറിയാവുന്ന എനിക്കതിൽ വിശ്വാസമുണ്ട്. നിന്റെ കുട്ടിക്ക് തിരിച്ചറിവ് വന്ന അച്ഛനെ കാണാൻ പോകും. ഒറ്റപ്പെട്ടു പോയ ആ അച്ഛനെ ആ കുട്ടി കൈവിടില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് നീ മാത്രമാകും മോളെ. നിങ്ങൾക്കൊന്നിക്കാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരമായിട്ടാ അച്ഛൻ ഇതിനെ കാണുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് മോളെ. ദേ, സന്തോഷത്തോടെ നമുക്കതിനെ സ്വീകരിക്കണം. ഒരു കുഞ്ഞിനേക്കാളും വലുതായിട്ട് എന്താണ് മനുഷ്യനുള്ളത്? എന്തൊക്കെ സമ്പാദിച്ചാലും എത്ര സുഖജീവിതം നയിച്ചാലും ഒരു കുഞ്ഞില്ലാതെ ജീവിക്കേണ്ടി വന്ന അതിനെ ജീവിതമായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? രണ്ട് സ്വഭാവക്കാരായ വ്യക്തികളെ കൂട്ടിയിണക്കുന്ന പൊട്ടാത്ത കണ്ണികളാണ് മക്കൾ. സഞ്ജു അമ്മു നിന്നോട് ആ സത്യം പറഞ്ഞില്ല. അത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ തെറ്റുകൾ ശരികൾക്ക് വേണ്ടി മാറാറുണ്ട്. നല്ലതിനു വേണ്ടി കള്ളം പറയുന്നത് തെറ്റായിട്ട് കാണാൻ പറ്റൂ? ഒരു കള്ളം കൊണ്ട് നന്മകൾ വരുമെങ്കിൽ ആ കള്ളം ഒരു അപരാധമായിട്ട് കാണാൻ പറ്റൂ? തെറ്റും ശരിയും ചേർന്നതല്ലേ ജീവിതം എന്ന് പറയുന്നത്? തെറ്റ് തിരുത്താൻ മനസ്സുണ്ടായാൽ മാത്രം മതി. ഇവിടെ
സഞ്ജു അമ്മവും തെറ്റ് ചെയ്തത് അവര് സ്വാർത്ഥരായിട്ടല്ല. സഞ്ജുവിന് നീ ഇല്ലാതെ ജീവിക്കാനാവില്ലെന്ന് അമ്മൂനറിയാം. അതുപോലെ അമ്മൂന് നിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അവരാ സത്യം മറച്ചു വെച്ചുകൊണ്ട് നിനക്കും സഞ്ജുവിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നൂല് പൊട്ടിയ പട്ടം പോലെ 3 കോണിലേക്ക് നിങ്ങൾ എന്നെ പറന്നുപോയനെ. മോളെ, ഇനിയെങ്കിലും ശാന്തമായിട്ട് നീയൊന്ന് ആലോചിച്ചു നോക്ക്. അച്ഛൻ നിന്നെ ഒരിക്കലും ഒരു ദുരന്തത്തിലേക്ക് പറഞ്ഞു വിടില്ല. സഞ്ജു ആരാണെന്നും അമ്മു എന്താണെന്നും അറിഞ്ഞിട്ടുള്ളവനാ ഞാൻ. സത്യം നേരത്തെ അറിഞ്ഞിട്ടും ഞാനത് മനസ്സിൽ വെച്ചത് എന്റെ മകൾ ചതിയനായ ഒരു ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞോട്ടെ എന്നല്ല. അവൻ ചതിയനായിരുന്നെങ്കിൽ അവന്റെ ചെകിട്ടത്തഴിച്ചിട്ട് അച്ഛൻ നിന്നെ കൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങുമായിരുന്നു. മോളെ, ഞാൻ സഞ്ജുവിനെ വിളിച്ച് വിവരം പറയാം. അവൻ വന്ന് വിളിച്ച മോള് കൂടെ പോണം. അച്ഛാ, അച്ഛൻ പറയുന്നത് മോൾ അനുസരിക്കണം. അങ്ങനെ അവന്റെ 2ാം ഭാര്യയായി എന്റെ മോൾ അവിടെ വലിഞ്ഞു കയറി ചെല്ലാൻ പാടില്ല. അമ്മൂനെ അടിച്ചിറക്കി പുണ്യാഹം തളിച്ചിട്ട് മതി എന്റെ മോൾ അവിടെ കാലൂത്തുന്നത്. ബാഗ് എടുത്ത് എവിടേക്കാ പോകുന്നേ? ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കാൻ പാടില്ലെന്ന് മറ്റാരേക്കാളും കാവേരി ചേച്ചിക്ക് അറിയാലോ. പക്ഷെ അമ്മു, ഞാൻ പോവാ. നീ ആരോടും ഒരു വാക്കും പറയാതാണോ പോന്നെ? ആദ്യം ശ്രീകുട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ഇപ്പൊ ആരോടും പറയാതെ നീയും. ഞാൻ ഇവിടുന്ന് താമസം മാറിയിട്ട് എല്ലാരും കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞ എല്ലാവരും കൂടി എന്നെ തടയും. ഞാൻ പോവാ. ഒന്ന് വേഗം വാ. അയ്യോ കാവേരി ചേച്ചി വേണ്ട, അമ്മ വിളിക്കണ്ട പ്ലീസ്. അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ. ഒന്ന് വേഗം വരാൻ. അയ്യോ, എന്താ എന്താ കാവേരി, എന്തു പറ്റി? ഇതെന്താ അമ്മ ബാഗുമായി എവിടെ പോന്നു? ചോദിക്ക്. ആരോടും പറയാതെ പോകാൻ ഇറങ്ങിയതാ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഗേറ്റ് കടന്നേനെ. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ പോവാൻ നിൽക്കുക. എന്താ മോളെ ഇത്? അമ്മേ, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഒരു കൂട്ടുകാരി ആ ഹോസ്റ്റലിലുണ്ട്. അവൾ അവിടെ പറഞ്ഞ് എനിക്ക് കൂടി താമസിക്കാനുള്ള അനുവാദം വാങ്ങിയിട്ടുണ്ട്. അമ്മു അവിടെ നിന്ന് പഠിക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അതൊക്കെ ചെലവുള്ള കാര്യമല്ലേ? അതെനിക്കറിയാം. ഒരു പാർട്ട് ടൈം ജോലിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിന്നെ ഞാൻ വിടില്ല മോളെ. നീ റൂമിലേക്ക് തിരിച്ചല്ലേ. ചെല്ല്, നമുക്ക് സാവകാശം ഒരു തീരുമാനം എടുക്കാം. നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചേ തീരുമെങ്കിൽ സഞ്ജുവിനോട് സംസാരിച്ച് അതിനുള്ള സാഹചര്യം അമ്മ ഉണ്ടാക്കിത്തരാം. നീ അങ്ങനെ പാർട്ട് ടൈം ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല. അമ്മ പറയുന്നത് ഒന്ന് കേൾക്ക്. അമ്മ എന്നെ തടയാൻ ശ്രമിക്കരുത്. എന്നോട് അല്പമെങ്കിലും കരുണ അമ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്.
വീട്ടിൽ നിന്ന് പോയാ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും തീരും. ചേച്ചി തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. അമ്മ എന്നെ പിടിച്ചു നിർത്തിയ ആർക്കും ഇവിടെ മനസ്സമാധാനം കിട്ടില്ല. നീ പോകുന്ന വിവരം ഗോവിന്ദനോട് പറഞ്ഞോ? ഡോക്ടറിനോട് ഞാൻ ഇതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഡോക്ടറുടെ അനുവാദം വാങ്ങിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. അമ്മു, നിനക്ക് പോയേ പറ്റുമല്ലേ? അമ്മ തന്നെ ഒന്ന് പറ, ഞാൻ ഇനി എങ്ങനെ ഇവിടെ കഴിയും? ഞാൻ അവിടെ നിന്ന് പഠിച്ചോളാം അമ്മേ. എനിക്കൊരു ജീവിതമാർഗം കിട്ടാനല്ലേ അമ്മയും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നാ അത് കിട്ടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? മോളെ പൊയ്ക്കും. നീ നന്നായി വരുന്നതിൽ കവിഞ്ഞ് ഈ അമ്മയ്ക്കൊന്നുമില്ല. അമ്മേ, ഞാൻ അവധി ദിവസം അമ്മയെ കാണാൻ വന്നോളാം. മോളെ പൊയ്ക്കും. ബാഗ് തൂക്കി നീ എങ്ങോട്ടാടി? പറയടി. അത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാ. രണ്ട് കുടുംബം തല്ലി തകർത്തിട്ട് നീ ആഗ്രഹിച്ച കാര്യവും സാധിച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതിയോടി നീ? നിന്നെ ഞാൻ വിടില്ലടി. നിന്നെ ഇറക്കി വിട്ട് ശുദ്ധി കലശം ചെയ്യാൻ തന്നെയാടി ഞാൻ വന്നത്. ഞാൻ എത്തും മുമ്പ് കടന്നുകളയെന്ന് കരുതിയോ നീ? എന്നെ തല്ലിയിറക്കി ഗേറ്റ് അടക്കണം എനിക്ക്. അവളെ തല്ലിയിറക്കി വിടാനുള്ള അധികാരമൊന്നും നിനക്കാരും തന്നിട്ടില്ല. നിനക്ക് നോവെന്ന് എനിക്ക് അറിയാടി. നിന്റെ മോൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ അത്? എന്താ ഇവിടെ? ഇവളെ വീട്ടിലേക്ക് ശ്രീകുട്ടി കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ഞാൻ പറഞ്ഞതാ, ഇവള് കാരണമായിരിക്കും എന്റെ മോളുടെ ജീവിതം നശിക്കുന്നേന്ന്. സഞ്ജു ആരാണെന്ന് അറിഞ്ഞു വെച്ച് ഇവൾ എന്റെ മോളുടെ പിന്നാലെ കൂടിയതാ. അല്ലെന്ന് പറയോടി നിനക്ക്? നീ നല്ലവളായിരുന്നെങ്കിൽ സഞ്ജുവിന്റെ പെണ്ണ് ശ്രീകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും നീ പിന്നെ ചേച്ചിന്ന് വിളിച്ച് ഈ വീട്ടിൽ നിക്കോ? മിടുക്ക് കാണിച്ചത് നിന്റെ മോനാ ശ്രീദേവി. താലി കെട്ടിയ പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങ് പൊറിപ്പിച്ചു. ഇവളുടെ മുന്നിൽ വെച്ച് ഇവൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടി. അത് കഴിഞ്ഞ് ഇവളുടെ അടുത്ത അഭിനയമായി. പുള്ളിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയത്രേ. എന്റെ മോള് പാവം, അതും വിശ്വസിച്ചു. സഞ്ജുവിന്റെ ഭാര്യയെന്ന് പരസ്യമായി പറഞ്ഞ പിന്നെ ഇവളുടെ അഴിഞ്ഞാട്ടം. കവിത വന്ന് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. തെളിവുകളായിട്ട് അവൾ എന്റെ അടുത്ത് വന്നിട്ടും ആരും അവൾക്ക് കാതു കൊടുത്തില്ല. എങ്ങനെ കഴിഞ്ഞടി നിനക്ക് ഈ വീട്ടിൽ കള്ളിയെ പോലെ കഴിയാൻ? സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന സത്യം അറിയാൻ നീയും നിന്റെ മോളും മാത്രമേയുള്ളൂ.
നിന്റെ ഭർത്താവിനതറിയാം. നീ നിൽക്കുന്ന ഓരോരുത്തർക്കും ആ സത്യം അറിയാം. എന്നിട്ടും അമ്മുവിനെ എല്ലാവരും സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമ്മുവിന്റെ നല്ല മനസ്സറിയാൻ കഴിയുന്നതുകൊണ്ട്. നിന്റെ മോളും സഞ്ജുവും ഒന്നിച്ച് ജീവിച്ചു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവളാ. സഞ്ജുവിനെ ഒരു ഭർത്താവായിട്ടല്ല, ദൈവമായിട്ടാണ് അവൾ കാണുന്നത്. ഓഹോ, അപ്പൊ എല്ലാവരും അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഈ നാടകമൊക്കെ? എന്റെ ഭർത്താവ് എന്നെ ചതിച്ചു. എനിക്കും എന്റെ മോക്കും ആരും ഇല്ലാതായി. ശ്രീദേവി, നീ നിന്റെ തനി സ്വഭാവം കാണിച്ചു. ഈ വീട്ടിലേക്ക് കണ്ണും കൈയും കാണിച്ച് വലിഞ്ഞു കയറി വന്നവളാ നീ. നീ ഇതേ ചെയ്യൂ. നല്ലൊരു കുടുംബത്തിലായിരുന്നു നീ പിറന്നതെങ്കിൽ ഇവളെ നീ അന്നേ അടിച്ചിറക്കി വിട്ടേനെ. നീ പറഞ്ഞത് ശരിയാ കാഞ്ചന. എന്റെ കുലവും കുടുംബമൊന്നും എനിക്കറിയില്ല. ഞാനൊരു അനാഥയ. ഇവളും ഒരു അനാഥയ. ഒരനാഥയ്ക്ക് മറ്റൊരു അനാഥയെ തിരിച്ചറിയാൻ കഴിയും. എന്റെ മോന് നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ട് മരണത്തിലേക്ക് പോയ ഒരു ജീവനെ രക്ഷിച്ചു. പെണ്ണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ജീവനായിട്ട്. ഇവളെ കൂടെ പൊറപ്പിക്കാന്ന് അവൻ വാക്ക് കൊടുത്തിട്ടല്ല കൂടെ കൊണ്ടുപോകുന്നത്. ഇവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്ത് സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവൻ അവള് ഭാര്യയോ, ഇവൾക്ക് അവന് ഭർത്താവോ ആയിരുന്നില്ല അന്നും ഇന്നും. നീ പഴയ കഥകളൊന്നും മറന്നു കളയരുത്. അമേരിക്കയിലെ വലിയ ഡോക്ടേഴ്സ് ഒക്കെ കൈയൊഴിഞ്ഞിട്ടും നിന്റെ മകൾ നിന്റെ മുന്നിൽ നടന്നു കാണുന്നത് നീ അടിച്ച് നാട് കടത്താൻ വന്ന ഈ പാവം പെണ്ണ് കാരണോ? ആ മനയിൽ നടന്നതൊക്കെ മറന്ന് സംസാരിക്കാൻ നിനക്കേ കഴിയും. നൊന്തുപെറ്റ മറ്റൊരമ്മയ്ക്കും അതിന് കഴിയില്ല. ദൈവവിധി കൊണ്ട് അവൾ ഇവിടെ തന്നെ വന്നു പെട്ടത്. അതിനും നിന്റെ മോളൊരു കാരണക്കാരിയായി. ഇവളോട് നിനക്ക് ക്ഷമിച്ചു കളയാവുന്ന തെറ്റ് മാത്രമേ ഇവള് ചെയ്തിട്ടുള്ളൂ. ഇവൾ ആരാണെന്ന് നിന്റെ മോളോട് പറഞ്ഞില്ല. ഇവളത് പറയാതിരുന്നത് സഞ്ജുവിന് ശ്രീകുട്ടിക്കും ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയാ. ഇവള് സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക. ഇനി നീയായിട്ട് അവളെ തല്ലിയിറക്കാൻ നിൽക്കണ്ട. ഇരുപത്തിയേഴ് വർഷം മുൻപ് നീ ഈ വീട് വിട്ടു പോകാൻ കാരണം ഞാനായിരുന്നല്ലോ. മുകുന്ദേട്ടൻ ഒരു അനാഥ പെണ്ണിനെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് ആ തെറ്റ് എനിക്ക് തിരുത്താൻ സമയമായി. ഇവൾക്കൊപ്പം ഞാനും ഈ വീടിന്റെ പടിയിറങ്ങുക. അയ്യോ അരുതേ, ഞാൻ പോയിക്കോളാം. നീയും ഇവളും പോയാൽ എന്റെ മോളി വീടിന്റെ പടി കയറുമെന്ന് നീ കരുതുന്നുണ്ടോ? അവള് വരില്ല. ഈ ജന്മം അവള് വരില്ല. ശ്രീദേവി, നീ ഒരിക്കൽ ഈ കുടുംബം തകർത്തതുപോലെ ഇവള് എന്റെ മോളുടെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നത്. അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തേണ്ട ഗതിയാ എന്റെ മോൾക്ക് വന്നിരിക്കുന്നേ.
ശ്രീകുട്ടി പ്രഗ്നന്റാ. മല്ലിപ്പിച്ച് എന്താ പറഞ്ഞേ? സുമതി പ്രഗ്നന്റ് ആണെന്നോ? നീ പോയ ഉടനെ അവള് തലചുറ്റി വീണു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാ ആ സത്യം ഞാൻ അറിയുന്നത്. നിന്റെ കൂടെ ഇനി അവൾക്കൊരു ജീവിതം ഇല്ലടാ. ഈ വീടിന്റെ പടി അവൾ ഇനി കേറില്ല. തന്തയില്ലാത്ത കുഞ്ഞിനെ വളർത്തേണ്ട ഗതിയാണല്ലോ ദൈവമേ എന്റെ മോക്ക്. നിനക്കിത് കണ്ടില്ലെന്ന് കരുതി പോകാനാവോ? പറ, നിനക്ക് പോകാൻ കഴിയോ?